വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. BNSSന്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ആക്കി. ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സാലന്റ് ഫ്യൂച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നോക്കാം. നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോഴ്സിൽ വന്നത് 26 ജനുവരി 1915 ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് ആണ്. നമ്മുടെ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 26 നവംബർ 1949 അഡോപ്റ്റ് ചെയ്യുന്നത് ആൻഡ് സൈൻഡ് ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് സൈലന്റ് ഫ്യൂച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നോക്കാം. ബ്ലെൻഡ് ഓഫ് ബെസ്റ്റ് ക്രീം ഓഫ് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പല വേരിയസ് ഗ്ലോബൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡ്രോ ചെയ്തതാണ്. ദാറ്റ് മീൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ്ഡ് ഫ്രം ദ US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പാർലമെന്ററി സിസ്റ്റം ഇൻഫ്ലുവൻസ്ഡ് ഫ്രം ഓർ ഇൻസ്പയർഡ് ഫ്രം ബ്രിട്ടൻ ആണ്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻസ്പയർഡ് ഫ്രം അയർലൻഡ് ആണ്. എമർജൻസി പ്രൊവിഷൻസ് ഇൻസ്പയർഡ് ഫ്രം ദ ജർമ്മൻ റിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇനി സെക്കൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആണ്. ഒറിജിനലി 395 ആർട്ടിക്കിൾസും 22 പാർട്ടും 8 ഷെഡ്യൂൾസുമാണ് ഉള്ളത്. കറന്റ്ലി 469 ആർട്ടിക്കിൾസ് ഫോഴ്സിലുണ്ട്, 24 പാർട്സും 12 ഷെഡ്യൂൾസും ഉണ്ട്. ഈവൻ ദോ കറന്റ്ലി നമുക്ക് 469 ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ പോലും ലാസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 395 തന്നെയാണ്. നമ്മുടെ പുതിയ ഇൻസേർട്ടഡ് ആർട്ടിക്കിൾസും അതുപോലെ തന്നെ റിപ്പീൽഡ് ആയ പ്രൊവിഷൻസും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് 469 എന്ന് പറഞ്ഞ കൗണ്ട് കിട്ടുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നമ്മുടെ സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെ ഗവേർണൻസിൻ്റെ ഫ്രെയിംവർക്ക് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ US കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ അല്ല. US കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫ്രെയിംവർക്ക് മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പവറും സ്ട്രക്ചറും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരം സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഉള്ളത്. നമുക്ക് ഡുവൽ പൊളിറ്റി ആണുള്ളത്. ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. പക്ഷെ ഇന്ത്യ ആണെങ്കിൽ ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഇന്ത്യൻസിനും ഒരേ ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ, ദാറ്റ് ഈസ് ഇന്ത്യ. നമ്മുടെ US പോലെ ഡുവൽ സിറ്റിസൺഷിപ്പ്, ദാറ്റ് മീൻസ് ഫെഡറൽ സിറ്റിസൺഷിപ്പും സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പും ഇന്ത്യയിൽ ഇല്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഇൻസ്പയർ ചെയ്തത് ബ്രിട്ടീഷ് മോഡൽ നിന്നുമാണ്. നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കും നോമിനൽ ഹെഡ്. അതുപോലെ തന്നെ എന്തുവാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ലോകസഭയുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് റിയൽ പവർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഇവരെന്താണ്? നമ്മുടെ ഗവൺമെന്റിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റും എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റും എൻഷുർ ചെയ്യണം. SR ചൗധരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, ഈ കേസിൻ്റെ അകത്ത് കോർട്ട് ഹെൽഡ് ചെയ്യുന്ന ഇതാണ്. പാർലമെന്ററി ഡെമോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് ആണ് ലെജിസ്ലേച്ചറിന് റെസ്പോൺസിബിലിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, എക്സിക്യൂട്ടീവ് ആണ് ലെജിസ്ലേച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിന് ഒരു റെപ്രസെന്റേറ്റീവ് നേച്ചറുമാണ് ഉള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. പാർട്ട് 3 ആണ് ഉള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ടു ഇക്വാളിറ്റി, ഫ്രീഡം, റിലീജൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എക്സെട്ര ആണ്. ഇത് ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോർട്ട് വഴി എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഏതെങ്കിലും ഒരു ലോ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോയിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനും സാധിക്കും. Then the seventh future is that directive principles of state policy part 4 ആണ്. Directive principle of state policyയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യോ എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക. എന്തിനാണ് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? പീപ്പിളിന്റെ വെൽഫെയർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയും എക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയും. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് ഇൻസ്പയർഡ് ആയത്.
നെക്സ്റ്റ് എന്തുവാണ്, കോർട്ട് വഴി ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എൻഫോഴ്സബിൾ അല്ല, പക്ഷെ നമ്മുടെ ഗവേണൻസിൽ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ദെൻ ദ എയ്ത്ത് ഫ്യൂച്ചർ ഈസ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ്. നമ്മുടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഒരു ഇംപാർഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറി ആണ്. അതുപോലെ തന്നെ നമ്മുടെ റൂൾ ഓഫ് ലോ ആണ് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം അപ്ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറിക്കാണെങ്കിൽ ഒരു ലോയുടെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന പവറും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ദ നയൻത് സൈലന്റ് ഫ്യൂച്ചർ ഈസ് ദാറ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A ആണ്. നമ്മുടെ 42nd അമെന്റ്മെന്റ് പ്രകാരമാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ആഡ് ചെയ്തത്. പിന്നെ അത് 86th അമെന്റ്മെന്റ് പ്രകാരം എക്സ്പാൻഡ് ചെയ്തു. കറന്റ്ലി നമുക്ക് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണുള്ളത്, including respect for the constitution, promotion of harmony, safeguarding public property, developing scientific temper. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിസന്റെ മോറൽ ഒബ്ലിഗേഷൻ ആണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി അപ്ഹോൾഡ് ചെയ്യുവാൻ വേണ്ടി. കുറച്ച് ജുഡീഷ്യൽ പ്രൊണൗൺസ്മെന്റ് നമുക്ക് നോക്കാം. BR കപൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ഇതിനകത്ത് ഹെൽഡ് ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ ലോ ആണ് വിത്ത് സ്പെഷ്യൽ ലീഗൽ സാൻസിറ്റി. സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് CPDR എന്ന് പറഞ്ഞ ഈ കേസിൻ്റെ അകത്ത് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് ആൻഡ് ഓർഗാനിക് ഡോക്യുമെന്റ് ആണ്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ഗ്രോ വിത്ത് ദ നേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ ലീഗൽ കൺസെപ്റ്റിന് വേണ്ടി ലെറ്റ്സ് ലെക്ചർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.